പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായുടെ മനുഷ്യാവതാരം വഴി രക്ഷാ വാഗ്ദാനം പൂർത്തിയാക്കിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മിശിഹായി ഞങ്ങളെ അങ്ങുമായി രമതപ്പെടുത്തിയ ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കു വേണ്ടി ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ.
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവധ്യൻ മമ നാഥാവിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെങ്ങും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ.
ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 43-ാം അധ്യായം 25 മുതൽ 44-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദ്യപിതാവ് പാപം ചെയ്തു. നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക. ഞാൻ നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തെ അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും. മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 4 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവവചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്തമനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രശസ്തമാക്കാൻ ഇടയാക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പുറമേ ഉള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർത്തിക്കുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ദൈവത്തിൻ തിരുവചനം തിരുവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 1:26 മുതലുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.
മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 25 നോമ്പിന്റെ 2ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ്. ഈ ആഴ്ച നമ്മൾ വായിച്ചു കേൾക്കുക കർത്താവിന്റെ തിരുപ്പിറവിയെ കുറിച്ചുള്ള സന്ദേശം ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന വചനഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച സക്രിയ പുരോഹിതന് ഈ ദൈവദർശനം നമ്മൾ വായിച്ചു കേട്ടു. ഇന്നത്തെ സുവിശേഷത്തില് മറിയം എന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെടുകയാണ്. മറിയം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? മറിയം മറിയം എന്നാൽ കയപ്പ് എന്നാണ്. കയപ്പുള്ള എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ അമ്മയുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ നാമവും ഒന്നു തന്നെയായിരുന്നു. KP അപ്പൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു 5-6-7 വർഷം മുമ്പ് അദ്ദേഹം 10-12 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹം പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ പുസ്തകം മധുരമീ ജീവിതം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തില് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് കാണുക കയപ്പുള്ള ഒരു സ്ത്രീ. അവളുടെ പേര് തന്നെ കയപ്പ് എന്നാണ്, മധുരമില്ലാത്തത് എന്നാണ്. ഈ മധുരമില്ലാത്ത പേരും മധുരമില്ലാത്ത ജീവിതവുമായിരുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് KP അപ്പൻ എന്ന നമ്മളുടെ സാഹിത്യകാരൻ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്ത പേര് മധുരമീ ജീവിതം എന്നാണ്. കയ്പെങ്ങനെ മധുരമായി മാറി എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ ജനം, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്ത സമയത്ത് കയ്പേറിയ ഒരു തടാകത്തിന്റെ അടുത്ത് എത്തുന്നതും അവിടെ അവന് കൊടുത്തിരുന്ന വടിയുടെ കഷ്ണം അതിലേക്ക് ഇടുന്നതും അത് മധുരമുള്ള ജലമായി മാറുന്നതും ഇസ്രായേൽ ജനത്തിന് അത് വലിയ ആശ്വാസമായി തീരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കയ്പുള്ളതിനെ മധുരമുള്ളതാക്കാൻ കർത്താവിന് സാധിക്കും. അവിടെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കർത്താവിന്റെ ഹിതത്തോട് ആമേൻ പറയാനുള്ള ഒരു അവസ്ഥയാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കർത്താവിന്റെ ആദ്യ അത്ഭുതത്തില് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് എങ്ങനെയാണ് പച്ചവെള്ളം നല്ല വീര്യമുള്ള വീഞ്ഞായി മാറിയത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവിടെ ഉണ്ടായിരുന്ന ജനം കാണിച്ച അനുസരണമാണ്, വിധേയത്വമാണ്. ദൈവത്തിന്റെ ഹിതത്തോട് മനുഷ്യ മനസ്സ് ചേർത്ത് വെക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ കാണുക എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കയ്പേറിയ ജീവിതാനുഭവങ്ങളുടെ മുൻപിൽ ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞ ഒരു അമ്മ ഏറ്റവും മധുരമുള്ള ഒരു ജീവിതമാക്കി തന്റെ ജീവിതത്തെ മാറ്റി. അനുസരണക്കേടും ധിക്കാരവും പരിശുദ്ധ അമ്മ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അമ്മയുടെ ജീവിതം അത്രമേൽ മധുരമുള്ളതായി തീരുമോ നമുക്കറിയില്ല. ദൈവഹിതത്തോട് ആമേൻ പറയാൻ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു, അപ്പോൾ കയ്പേറിയതാണെങ്കിലും മാറായിലെ ജലം പോലെ മധുരമുള്ള ജലമായി ജീവിതമായി നമ്മൾ മാറും. മറ്റുള്ളവരെ നോക്കുമ്പോൾ ഒരുപക്ഷെ കയ്പേറിയ തിക്താനുഭവത്തിന്റെ ഒരു ജീവിതമായി തോന്നാമെങ്കിലും ആ ജീവിതത്തിലും സന്തോഷിക്കുന്ന ഒത്തിരി ജന്മങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അവർ മധുരമുള്ളതാക്കി മാറ്റി. ഇന്നത്തെ ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ പേര് നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ നൽകുന്ന സന്ദേശം ഇതാണ്: കയ്പേറിയ ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിലും മധുരമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ദൈവഹിതത്തോട് ആമേൻ പറയുക, ദൈവഹിതത്തിന്റെ മുമ്പിൽ അടിയറവ് പറയുക. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് അത് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നൽകുന്ന ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായി മാലാഖ പറയുന്ന സന്ദേശമാണ്, അത് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്, സന്തോഷിക്കുമെന്നാണ് പറയുക. നമുക്കറിയാം ഈ കാലഘട്ടം അത് നെഗറ്റീവ്സിന്റെ കാലഘട്ടമാണ്, നെഗറ്റീവ്സ് ആണ് കാലഘട്ടം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കാര്യം നോക്കിയാൽ മതി. ഏതൊരു ചെറിയൊരു വാർത്തയെയും അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ വാർത്താക്കാർ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണ്?
അതിൻ്റെ ഉള്ളിൽ ഒരു ചൂണ്ടക്കുളത്ത് വയ്ക്കും. സത്യത്തിൽ ഒരു പെൺകൊച്ച് അവിടെ തിരിഞ്ഞു നിന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അവൾ തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അറിയാൻ വായിക്കുക എന്നായിരിക്കും ഹെഡിങ്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആകാംക്ഷ നമ്മൾ ജനിച്ചു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, ഒന്നിനെ എന്നെ തല്ലിയിട്ടുണ്ടാവും എന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. സത്യത്തിൽ അതൊന്നും നടന്നിട്ടുണ്ടാവില്ല. അവള് തിരിഞ്ഞ് കസേരയിൽ ഇരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ വാർത്തക്കാരെ ഉണ്ടാക്കുവാനായിട്ട് നെഗറ്റീവായ ചിന്തകൾ കൊണ്ട് നമ്മുടെയൊക്കെ ഈ പരിസരങ്ങളെ മലീനസമാക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നൊരു പത്രമെടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. 60% നെഗറ്റീവ് വാർത്തകളാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ്സ് വായിച്ച് നമ്മുടെ മനസ്സ് അങ്ങനെയായി, നമ്മളും അങ്ങനെയായി. നമ്മൾ സാധാരണ പറയാറില്ലേ, പിള്ളേരോട് നമ്മൾ പറയണം സിനിമ കണ്ട എന്താ കുഴപ്പം? സിനിമ കണ്ട കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ദൃശ്യം 2 ഇറങ്ങി, അതിനുശേഷം 3 നമ്മൾ ചെയ്തു തുടങ്ങിയ ആൾക്കാർ. 2 വരെ ജിത്തു ജോസഫ് ചെയ്തുള്ളൂ, പക്ഷെ 2 കണ്ടതിന്റെ അതിൽ 3ഉം 4ഉം ഒക്കെ നമ്മൾ തന്നെ ഇറക്കി ആൾക്കാർ. അപ്പോൾ എന്തുണ്ടാവുമെന്ന് കാണുമ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, നെഗറ്റീവ് ന്യൂസ് കൊണ്ട് നമ്മുടെയൊക്കെ പരിസരങ്ങൾ മലിനസമാകുമ്പോൾ നമ്മളും അറിയാതെ തന്നെ നെഗറ്റീവായിട്ട് മാറുകയാണെന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ സംസാരം പോലും നെഗറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെയാണ് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുക, നന്മയുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നന്മയുള്ള സന്ദേശങ്ങൾ കൈമാറാം. നമുക്കറിയാം, ക്രിസ്തുമസ് എന്നുള്ളത് നമ്മൾ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു ദിനങ്ങളാണ്. പണ്ട് നമുക്കറിയാം, നമ്മൾ ഏറെ പ്രത്യാശയോടെ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് എന്താണ്? ഒരു ക്രിസ്മസ് കാർഡ് കിട്ടാനായിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്ത് ക്രിസ്മസ് കാർഡ്? പണ്ട് നമ്മൾ ഒത്തിരി സന്തോഷം, ഒരു ക്രിസ്മസ് കാർഡ്. ഞാനൊക്കെ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ക്രിസ്മസ് കാർഡ് വരും, വീട്ടുകാരെല്ലാവരും ക്രിസ്മസ് കാർഡ് ഇങ്ങനെ അയക്കും. അതൊരു സന്തോഷമാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴായാലും നമുക്കറിയാം, നമ്മുടെ പേരിൽ ഒരു ക്രിസ്മസ് കാർഡ് വരുമ്പോൾ ഒരു സന്തോഷമാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, സന്തോഷത്തിന്റെ ക്രിസ്തുമസ് ആശംസിക്കുന്നു. ഒരു നന്മയാണ് നമ്മളത് വായിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടം നന്മയുടെ സന്ദേശം പരസ്പരം കൈമാറാനുള്ള കാലഘട്ടമാണ്. നമ്മുടെ സംസാരത്തില്, നമ്മുടെ പ്രവൃത്തികളില്, നമ്മുടെ കൂട്ടുകൂടലുകളിലെല്ലാം നന്മയുടെ സന്ദേശം കൈമാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും നന്മ കാണാൻ പരിശ്രമിക്കാം. എത്ര മോശം ജീവിത പങ്കാളിയാണെങ്കിൽ നമുക്കറിയാം, ഒരു നന്മയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. സാധിക്കുമെങ്കിൽ ഇന്ന് നമ്മൾ ഈ സന്ദേശത്തിന്റെ വെളിച്ചത്തില് നമ്മുടെ ജീവിത പങ്കാളിയോടും നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിലുള്ളവരോടും അവരുടെ ജീവിതത്തിലെ ഒരു നന്മയെങ്കിലും പറയാനായിട്ട് ശ്രദ്ധിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലെ? ഒരു കാര്യമില്ല. ഇന്ന് നമ്മള് ഈ ഒരു നോമ്പിന്റെ ചൈതന്യത്തില് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ, നിങ്ങളുടെ മക്കളുടെ ഒരു നന്മയെങ്കിലും, ഒരു നന്മ പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഈ സമൂഹത്തിലില്ല. ഒരു നന്മയെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊന്ന് പങ്കുവെക്കാനും, ചേട്ടന്റെ ജീവിതത്തിലെ ഈ നന്മ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വിഷമം ഉണ്ടാകുമ്പോൾ ചേട്ടനോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അതെനിക്ക് വലിയൊരു ഊർജമാണ് എന്ന് തുറന്ന് പറയാനുള്ള ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. സന്തോഷം പങ്കുവെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദത്തിന്റെ പാപമൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രക്ഷകനായ നിന്നെ സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ മിശിഹായ തികഞ്ഞ പ്രത്യാശയോട് നിന്റെ പിറവിത്തിരുന്നാളിനൊരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും പുണ്യപ്രവർത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിന്നസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിദിനോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകത്വവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യവുമാകുന്നു.
അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തുറക്കിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ചെയ്താത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രദർശന്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നടമാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥങ്ങളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേറിട്ട് പോയ എല്ലാവരും അനുസരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യം ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേശത്തിനാകട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോ അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ വെച്ചിട്ടും കൂടെ കർത്താന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ നിന്ന് വിടാശിക്കൂടുന്നേ സൂക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകൃതഭക്തിയുടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഹോശാന ഈശനു സദനം, ഹോശാന 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 ഈശനു സദനം, ഹോശാന ഹോശാന ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാ നിറയുന്നു നിരുപമമേ. ഹോശാന ഈശനു സദനം, ഹോശാന ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവഹിതത്തോട് ആമേൻ പറയുവാനുള്ള വലിയൊരു മനസ്സ് നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച കർത്താവിൻ്റെ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതത്തിന് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ഈശോയോട് നമുക്ക് ചോദിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവന് വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിനും ഇവിടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിനും വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മക്കളില്ലാത്ത ദമ്പതികൾക്കും വിവാഹപ്രായമായിട്ടും വിവാഹന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവർക്കും കടബാധ്യതയിലും സാമ്പത്തിക തകർച്ചയിലും കഴിയുന്ന കുടുംബങ്ങൾക്കും കുടുംബ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ സഹോദരങ്ങൾക്കും വിവിധങ്ങളായ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഭവന നിർമ്മാണത്തിലായിരിക്കുന്നവർക്കും സ്വന്തമായൊരു ഭവനത്തിനു വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്കും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയ പുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്ന ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ മാംസ രക്തങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഈ നിമിഷം നമ്മുടെ ശരീരത്തെ നമുക്ക് ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കാം.
പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ദിവ്യകുമാരന് ജന്മം നൽകിയതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സദ്വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുവാനും അനേകായിരങ്ങൾക്ക് അത് നന്മയുടെ പ്രത്യാശയുടെ കിരണങ്ങളായി മാറുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നന്മ മാത്രം പറയുവാൻ അങ്ങ് ദാനമായി നൽകിയ ഈ അധരങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കണമേ. യെശയ്യാ പ്രവാചകനെ ശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങളുടെ അധരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപ്രദയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരികത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവായ ദൈവം അങ്ങയുടെ തൃക്കലയുടെ സദൃശ്യമോടെ സിംഹാസനവുമായ പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചങ്ങളായ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരത്തിന്റെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും പറ്റാതെ സമീപിക്കാം. അനിതാപത്തിനുള്ള അനുസരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലത്തോടും സഹോദരത്തോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധനം നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതാളങ്ങൾ നിവടിഞ്ഞ് നാളെ മനസ്സാക്ഷി വിധിയിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിലും ദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിസ്ഥാനമായ പൗത്രീകരിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ മേഘത്തിലും കൂടെ ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഓർത്തിനും ആത്മങ്ങളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാവർക്കും എഴുന്നേറ്റ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോ അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടി. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തെ നാം എല്ലാവരിലും സഹോദരനെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനം കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധമായ കൃപാർത്താൽ സുത്രവും പരിസ്ഥവും ജീവിതായ ദൈവവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരുടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപനാശീർവാദനായി നമുക്ക് എഴുന്നേറ്റ് നൽകാം. കർത്താവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സുഖരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കുവാനും പാപാന്തകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുമനസ്സായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച് ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മർത്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി മാനവരൂപമെടുത്തവനാം കർത്താവീശോ മിശിഹാതൻ നാമം പൂജിതമാകട്ടെ. രക്ഷകനീശോ മിശിഹായേ ആമോദത്തോടെതിരേൽക്കാൻ ദൈവത്തിൻ ജനമേ നിങ്ങൾ യോഗ്യതയെന്നും നേടട്ടെ.
നാഥാതൻ തിരുവചനത്താൽ പാവനമാം നിണഗാത്രത്താൽ പോഷിതരായവരാം നിങ്ങൾ ദിവ്യമഹത്വം ചൂടട്ടെ. ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നോട്